വയനാട് വെള്ളമുണ്ട കക്കടവിലാണ് 2 ദിവസമായി ഭീതി പരത്തിയ കരടിയെ കണ്ടെത്തിയിട്ടുള്ളത്. ഒരു തുരുത്തിലാണ് ഇപ്പോൾ കരടിയുള്ളതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട്. സുർജിത്ത്, എന്തായാലും RRT സംഘം സ്ഥലത്തുണ്ട്. മയക്കുവെടി വെക്കാനുള്ള നീക്കമാണ്. ഈ കരടിയെ തുരുത്തിൽ നിന്ന് പുറത്ത് ചാടിച്ച് വിശാലമായ ഒരു സ്ഥലത്ത് എത്തിയ ശേഷമല്ലേ മയക്കുവെടി വെക്കാൻ സാധിക്കുകയുള്ളൂ? എന്താണ് നമുക്കത് സംബന്ധിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ? കീർത്തന, ഞാനിപ്പോൾ നിൽക്കുന്നത് വയലിലാണ്. ഈ വയലിനോട് ചേർന്നുള്ള തുരുത്തിൽ, അതായത് അവിടെ പുക കാണാം, തുടർച്ചയായി പടക്കം പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കരടിയെ ആ തുരുത്തിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കാനുള്ള ആ ഒരു ശ്രമം അതാണിപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. RRT സംഘം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നോർത്ത് DFO മാർട്ടിൻ ലോവൽ, അതോടൊപ്പം തന്നെ സൗത്ത് DFO ഷജ്ന കരീം എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇത് എല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. മയക്കുവെടി വെച്ച് പിടികൂടുക എന്നുള്ള തരത്തിലുള്ള ദൗത്യത്തിലേക്കാണ് ഇപ്പോൾ വനംവകുപ്പ് കടന്നിരിക്കുന്നത്. ഡോക്ടർ അജേഷ് മോഹൻദാസിൻ്റെ നേതൃത്വത്തിൽ വെറ്റിനറി ടീം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നാട്ടുകാർ കൂട്ടമായി പല ഭാഗങ്ങളിലായി നിലയുറപ്പിച്ച് നിൽക്കുന്നു. ഒപ്പം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കനത്ത ജാഗ്രതയിലാണ്. ഈ ആളുകളെ സംബന്ധിച്ച ആളുകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. ഈ ഭാഗത്ത്, അതായത് ഇത് അടുത്തടുത്തെല്ലാം തന്നെ തുരുത്തുകളുള്ള ഒരു ഭൂപ്രദേശമാണിത്. വയലാണ്, നീണ്ടുകിടക്കുന്ന വയലാണ്. ഈ വയലിൻ്റെ ഇടയിലുള്ള ഒരു തുരുത്തിൽ നിന്ന് മറ്റൊരു തുരുത്തിലേക്ക് കരടി ചാടുന്ന ആ ഒരു ദൃശ്യത്തിനാണ് നമ്മൾ സാക്ഷിയായത്. അതിനെ എങ്ങനെയെങ്കിലും ഈ പടക്കം പൊട്ടിച്ചുകൊണ്ട് അതാ കരടിയെ കാണാം, ദൃശ്യം കാണാം. കരടിയുടെ ദൃശ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ ദൃശ്യം കാണാം. കരടി ഓടുന്ന ആ ദൃശ്യമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ ക്യാമറ പേഴ്സൺ പ്രകാശൻ പള്ളത്ത് ആ ദൃശ്യം കാണിക്കും. ആ ദൃശ്യം കാണിക്കും. കരടി ഓടുന്ന ആ ദൃശ്യം നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു കൊല്ലിയിലേക്ക് കരടി ഓടുന്ന ആ ദൃശ്യത്തിനാണ് ഇപ്പോൾ നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിടത്ത് നിന്ന് മറ്റൊരു കൊല്ലിയിലേക്ക് കരടി ചാടി ഓടുന്ന ആ ദൃശ്യം നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയും. നമുക്ക് ആ ദൃശ്യം കാണാൻ കഴിയും. അത് മറ്റൊരു കൊല്ലിയിലേക്ക് കയറി പോവുകയാണ്. അതിനെ മയക്കുവെടി വെക്കാൻ, വെടിയുതിർക്കാൻ ഉള്ള ഒരു ശ്രമം വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. ആ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റൊരു തുരുത്തിലേക്ക് കയറിയിരിക്കുന്നു കരടി എന്നുള്ളതാണ്. ആ ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ആ കരടിയെ പിടികൂടാനുള്ള, മയക്കുവെടി വെക്കാനുള്ള ആ ദൗത്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യത്തിന് ആണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിച്ചത്. ഒരു കൊല്ലിയിൽ നിന്ന് മറ്റൊരു കൊല്ലിയിലേക്ക് ഈ കരടി ഓടിയിരിക്കുന്നു. അതിനപ്പുറമുള്ളത് റബ്ബർ തോട്ടമാണ്. റബ്ബർ തോട്ടത്തിൻ്റെ അതിൻ്റെ ഓരത്ത് ചേർന്ന് ഈ കരടിയുടെ സാന്നിധ്യമുണ്ട്. മയക്കുവെടി വെക്കാനുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തൊട്ടു പിന്നാലെ ഇവിടെ നിന്നും അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതായത് ഒരു കൊല്ലിയിൽ നിന്ന് പാടത്തിലൂടെ, വയലിലൂടെ മറ്റൊരു കൊല്ലിയിലേക്ക് ഇത് മാറിയിരിക്കുകയാണ്. എന്തായാലും ഈ തുരുത്ത് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ വനംവകുപ്പിൻ്റെ മയക്കുവെടി സംഘം അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇരുൾ വീഴുന്നതിന് മുമ്പ് ഇതിനെ പിടികൂടാൻ സാധിക്കണം. അത്തരത്തിൽ ഉള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പടക്കം പൊട്ടിച്ച് അതിനെ പുറത്തേക്ക് ഇറക്കിയ ശേഷം വിജനമായ സ്ഥലത്ത് വെച്ച് മയക്കുവെടി വെക്കാനുള്ള ആ ഒരു ശ്രമമാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കരടിയെ പിടികൂടുക എന്നുള്ള ശ്രമകരമായ ദൗത്യം, അത് വനംവകുപ്പിന് മുമ്പിൽ ശ്രമകരമായ ദൗത്യം തന്നെയാണ്. ആ ദൗത്യത്തിലേക്ക് വനംവകുപ്പ് ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ കരടി പുറത്തേക്ക് ഇറങ്ങി അത് മറ്റൊരു കൊല്ലിയിലേക്ക് മാറിയത്. ആ ദൃശ്യം നമ്മൾ കണ്ടതാണ്. അതായത് അത് ഓടി മറ്റൊരു കൊല്ലിയിലേക്ക് മാറുന്ന ആ ദൃശ്യം നമ്മൾ അല്പസമയം മുമ്പാണ് കണ്ടത്.